ഹായ് ഓൾ, നമുക്ക് വീക്കിലി അനാലിസിസ് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചകളായിട്ട് നല്ല ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇപ്പോഴും എവിടെ നിഫ്റ്റി ചെന്ന് നിൽക്കുന്നുള്ളതിനൊരു ആൻസർ ഇല്ല. കാരണം എന്തെന്നില്ലാത്ത രീതിയിൽ നല്ല ഫാളിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. FIs ആണെങ്കിൽ നല്ലപോലെ സെല് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1-ാം തീയതി വരാൻ പോകുന്ന ബജറ്റാണ്. അപ്പോൾ ബജറ്റ് എങ്ങനെ ബാധിക്കും, ബജറ്റ് എന്തെങ്കിലും സർപ്രൈസസ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവരുവാണെങ്കിൽ മാത്രമായിരിക്കും ഇനിയൊരു അപ്സൈഡ് റാലി ഉണ്ടെങ്കിൽ പോകുന്നത്. അപ്പോൾ ബജറ്റിൻ്റെ മുന്നേ പ്രത്യേകിച്ച് ഇനിയൊന്നും സംഭവിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതാണ് ഇനിയൊരു സപ്പോർട്ട് ലെവലായിട്ട് വരാനില്ല. 24,731 എന്നുള്ളൊരു ലെവലാണ് സപ്പോർട്ട് ആകാൻ ചാൻസ്. അല്ലെങ്കിൽ 24,605.95 എന്നുള്ള ലെവലും. ഈ രണ്ട് ലെവലുകളിലേക്കും നിഫ്റ്റി വന്നതിന് ശേഷം മാത്രമേ തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അതിന് മുന്നേ അതിനിടയിൽ സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂറോപ്പ് ഇന്ത്യ ട്രേഡ് ഡീൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കലാണ്. ഈ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അത് തീർച്ചയായും മാർക്കറ്റിന് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. അവിടെ തന്നെ 25% ടാരിഫ് കുറക്കുന്ന US എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഈ ഒരു ഹെവി ഫാളിന് ചിലപ്പോൾ കൺസൾട്ടേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദാനി സ്റ്റോക്സിനൊക്കെ നല്ലൊരു പണി കിട്ടി നിൽക്കലാണ്. US കോർട്ട് എന്നൊരു ബ്രൈബറി കേസ് വെച്ചൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദാനി കമ്പനികൾക്കെതിരെ ആണിത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നല്ല ഫാളാണ് അദാനി കമ്പനികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം കൂടെ നമ്മൾ നോക്കണം. പിന്നെ റിസൾട്ട് വരാനുണ്ട് മേജർ കമ്പനീസിൻ്റെ ഒക്കെ. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട്, ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ കൺസ്യൂമർ, LNT, മാരുതി സുസുക്കി, ബെല്ല് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ റിസൾട്ട് ഈ ആഴ്ച വരാനുണ്ട്. ഈ റിസൾട്ട്സും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഒരു മേജർ ഇവൻ്റ് എന്ന് പറയാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. US FOMC മീറ്റിംഗ് 28-ാം തീയതി വരാനുണ്ട്. അപ്പോൾ അതിനകത്ത് അനലിസ്റ്റൊക്കെ പറയുന്ന റേറ്റ് കട്ട് ഉണ്ടാവില്ല, ഫ്ലാറ്റ് ആയിട്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് പ്രതീക്ഷിക്കുന്നത് കുറക്കുമായിരിക്കും എന്നാണ്. അങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ, ട്രംപ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടാവും. ആ ഡയലോഗിൽ മാർക്കറ്റ് എങ്ങനെ കാണും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പിന്നെ ഉള്ള മെയിൻ കാര്യം ബജറ്റ് തന്നെയാണ്. ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിന് അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെയായിരിക്കും അപ്സൈഡ് പോകാൻ. ഇനി നമുക്ക് നോക്കാനുള്ള മേജർ ലെവൽസൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു ലോ അടിച്ച് തിരിച്ച് കയറി പോയപ്പോൾ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നെ എന്തെങ്കിലും നല്ലൊരു ഫാളിംഗ് ആണ് വന്നത്. ഓൾമോസ്റ്റ് 1% ഇന്ത്യൻ മാർക്കറ്റ് ഫാളായി. 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. അതായത് ഇവിടെ നിന്നൊരു ലോ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അത് ആ സപ്പോർട്ടിന് സ്ട്രെങ്ത് ഇല്ലാത്ത വീണ്ടും ആ ലോയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി 25,000 എന്നുള്ള സ്ട്രൈക്ക് ഇമ്പോർട്ടൻറ്റ് സ്ട്രൈക്കായിട്ട് ഇവിടെ നിൽക്കുന്നത്. 25,000 എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലെവൽ വരെ വരണം. 24,700 ലെവൽ വരെ, അല്ലെങ്കിൽ 600 വരെ പോയി 600 വരെ വന്നിട്ടേ തിരിച്ച് പോകുള്ളൂ. ഇനി നാളെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലും കൂടെ നോക്കണം. 25,000 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ തന്നെ കൂടി അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അപ്സൈഡ് റാലി, അതായത് പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് തന്നെ പോവായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ വോളിയം വന്ന ക്യാൻഡിൽ അത് ഇവിടെ തന്നെയാണ്. നോക്കാം എങ്ങനെയാണ്. അതായത് ഇതിന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. അതായത് ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇങ്ങനെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാം. അതായത് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് 25,000 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻ്റ്. അത് സപ്പോർട്ടും ആവാൻ, താഴോട്ട് വീണ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും ആവാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ വരാനും ചാൻസ് കൂടുതലാണ്. നോക്കാം, ഈ ലെവലുകളൊക്കെ മോണിറ്റർ ചെയ്യുക. നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എവിടെ ഓപ്പൺ ആവുന്നതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു.